തീരെ ചെയ്യാത്തൊരു വർക്കാണ് ബോട്ടിൽ ആർട്ട്. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്തേ തീരൂ. കാരണം എൻ്റെ കയ്യിലൊരു മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ചേഞ്ചസും വരുന്നില്ല. കാരണം കൊണ്ടുവന്നതിലും ഒന്ന് രണ്ടാളധികം വന്നു എന്നല്ലാതെ ഇത്തിരി ഒന്ന് നീളം വെക്കുമോ കുറച്ചുകൂടെ ഇലകൾ വരുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു ബോട്ടിലോട്ട് കൂടെ മാറ്റാമെന്ന്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കിട്ടിയപ്പോൾ ഇതിനകത്തോട്ട് മാറ്റാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിലൊന്ന് നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കണം. ആ ഒരു വർക്കാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏതായാലും ഒരുപാട് വർക്കൊന്നും ഇതിനകത്തോട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരു മിനിമൽ വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു എഴുത്തുകളൊക്കെ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറ് അതിന് കണക്കായിട്ടൊന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളൊരു യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ഞാനൊരു മണ്ടാല ആർട്ട് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് ഡോട്ടുകൾ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്ന ഓരോ കളേഴ്സും ഓരോ ഐഡിയാസും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ബ്ലൂ എടുത്ത് ഒരു ചെറിയൊരു ലീഫ് പോലെ ഇങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൺ സൈഡ് മാത്രമാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ആ ഒരു നമ്മുടെ മണി പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പ്ലെയിൻ ആയിട്ട് ആ ഒരു നമ്മൾ അതിൽ നിറയ്ക്കുന്ന വെള്ളമൊക്കെ കാണുന്ന വിധത്തിൽ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പ്ലാന്റുകളൊക്കെ അങ്ങനെ കാണാനാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. ഇതേ പിന്നെ നമ്മൾ വൈറ്റ് കൊണ്ട് ഇതുപോലൊരു ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ സെയിം വൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്കിൻ്റെ ഉള്ളിലായിട്ടും കുറച്ച് ഡിസൈനുകൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വൈറ്റ് ഇട്ടു, പിന്നെ ഒരു ഓറഞ്ച് വെച്ച് കുറച്ച് ഡോട്ട്സ് കൊടുത്തു. അതുപോലെ തന്നെ റെഡ് വെച്ചിട്ട് കൊടുത്തു. പിന്നെ യെല്ലോ വെച്ചിട്ട് ചെയ്തു. വീണ്ടും നമ്മൾ വൈറ്റ് വെച്ചിട്ട് ചെയ്തു. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നത് തന്നെ നമ്മൾ വീണ്ടും ഓരോ കളേഴ്സ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ബ്ലാക്ക് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വർക്ക് സെയിം വർക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ എടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ടു. പിന്നെ ചെറിയ ഡോട്ടുകൾ അതിൻ്റെ മുകളിലായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മണ്ടാല ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കരുതി നല്ല ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി സിമ്പിളാണെന്ന്. കാരണം എൻ്റെ കയ്യിൽ ടൂളൊന്നുമില്ല. നമ്മൾ ആ ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഡോട്ടും ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു കൂർത്ത ഒരു ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഡോട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് വൈറ്റ് വെച്ചിട്ടും ഇതുപോലെ ആ ഒരു ഗ്യാപ്പിൽ ഡോട്ട് ഇട്ടിട്ട് സെയിം വർക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതൽ നമ്മൾ ചെയ്തിട്ട് കൊളാക്കണ്ടെന്ന് കരുതി. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എനിക്കെപ്പോഴും അലോവേര എന്നാണ് വായിൽ വരുള്ളൂ മണി പ്ലാന്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് നിറയെ വെള്ളം നിറയ്ക്കുകയാണ്. അങ്ങനെ വെള്ളം നിറച്ചു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇട്ട് വെച്ച ആ ഒരു മണി പ്ലാന്റ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മണി പ്ലാന്റ്. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നാളായിട്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് വേരൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ. അപ്പോൾ നല്ല വേരുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് വേര് ഇപ്പുറത്ത് കട്ട് ചെയ്യുമ്പം രണ്ടിലും വേണം വേര്, എങ്കിലാണ് അല്ലെങ്കിൽ മറ്റേത് വളരില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ വേരുള്ളത് നോക്കിയിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലോട്ടോ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വരും കേട്ടോ. കാരണം അതിന് ഇലയൊക്കെ നല്ലപോലെ ശോഷിച്ചിരിക്കുകയാണ്. ഞാനിതിനെ വെയിലത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കട്ടെ. എന്നിട്ട് എന്തുതന്നെയാലും ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലുള്ള കുഞ്ഞു കുട്ടി ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.